നമസ്കാരം. ജീവിതത്തിൽ തോറ്റുപോയി എന്ന് തോന്നിയ നിമിഷങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? എത്ര അധ്വാനിച്ചിട്ടും കയ്യിലൊന്നും ബാക്കി വരാത്ത ഒരു അവസ്ഥ. തൊട്ടതെല്ലാം അബദ്ധമായി മാറുന്ന നിർഭാഗ്യത്തിൻ്റെ സമയങ്ങൾ. എന്നാൽ സന്തോഷിച്ചോളൂ, ആ കാലം കഴിയാൻ പോവുകയാണ്. ഇരുട്ടുമാറി വെളിച്ചം വരുന്നത് പോലെ ഗ്രഹനിലയിൽ സംഭവിക്കുന്ന വലിയൊരു മാറ്റം കാരണം 27 നക്ഷത്രങ്ങളിൽ 12 നക്ഷത്രക്കാരുടെ കഷ്ടകാലം എന്നേക്കുമായി അവസാനിക്കാൻ പോവുകയാണ്. ഇനി ഇവർ തൊട്ടതെല്ലാം പൊന്നായി മാറും. മണ്ണിൽ പിടിച്ചാൽ പോലും അത് സ്വർണമായി മാറുന്ന മഹാഭാഗ്യയോഗം ഇവർക്ക് വരികയാണ്. നിങ്ങളുടെ വീട്ടിൽ ഈ 12 നക്ഷത്രങ്ങളിൽപ്പെട്ട ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീടിൻ്റെ ഐശ്വര്യം തിരികെ വരികയാണ്. ആരൊക്കെയാണ് ആ ഭാഗ്യവാന്മാർ? എന്തൊക്കെ നേട്ടങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്? വീഡിയോ അവസാനം വരെ കണ്ട് മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പൊതുവായ പ്രവചനമാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ തുടർച്ചയായി തടസ്സങ്ങൾ നേരിടുന്നുവെങ്കിൽ അത് മാറാൻ നിങ്ങളുടെ ജാതകം വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. വിവാഹം, ജോലി, സാമ്പത്തിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കൃത്യമായ പരിഹാരം അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. നേരിട്ട് വിളിക്കേണ്ടതില്ല, മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങളുടെ ജാതകം നോക്കി കൃത്യമായ മറുപടി നൽകുന്നതാണ്. എന്തുകൊണ്ടാണ് ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു മാറ്റം? വരാൻ പോകുന്ന സമയത്ത് ശനിയും വ്യാഴവും രാഹുവും ഈ 12 നക്ഷത്രക്കാരുടെ അനുകൂല ഭാവത്തിലൂടെ സഞ്ചരിക്കാൻ പോവുകയാണ്. ഇത്രയും നാൾ 7.5 ശനി കൊണ്ടും കണ്ടകശനി കൊണ്ടും വലഞ്ഞവർക്ക് വലിയൊരു ആശ്വാസമാണ് വരുന്നത്. സാമ്പത്തിക ബാധ്യതകൾ തീരും, ശത്രുക്കൾ മിത്രങ്ങളാകും, രോഗദുരിതങ്ങൾ മാറും. ഇനി നമുക്ക് ആ 12 നക്ഷത്ര ജാതകരെ ഓരോന്നായി പരിശോധിക്കാം. 3 ഗ്രൂപ്പുകളായി തിരിച്ചാണ് നമ്മളത് അറിയാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കര പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്, പൂജകൾ ചെയ്യുന്നതാണ്. പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്നപൂർണേശ്വരിയും അഭിഷ്ടവരദായിനിയും ത്രിപുരസുന്ദരിയും പ്രഹ്ലാമുഖിയും സകല ചരാചരങ്ങൾക്കും അഭയകേന്ദ്രമായി വാണരുളുന്ന അമ്മ പൊന്നുതമ്പുരാട്ടിയുടെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും. നമുക്കറിയാം, ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന, ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ പോകുന്ന ആ ആദ്യത്തെ നക്ഷത്രം ആരാണ് എന്ന്. അത് മറ്റാരുമല്ല, അശ്വതി നക്ഷത്ര ജാതകർ തന്നെയാണ്. മേടക്കൂറുകാരായ ഇവർക്കിനി ഉയർച്ചയുടെ കാലമാണ്. ഇത്രയും നാൾ തൊഴിൽ രംഗത്ത് അനുഭവിച്ച അവഗണനകൾ മാറും. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിച്ച് പണമടച്ച് കാത്തിരുന്നവർക്ക് നല്ല വാർത്ത ലഭിക്കും. അശ്വതി നക്ഷത്ര ജാതകർക്ക് ധനയോഗം തെളിഞ്ഞു നിൽക്കുന്നു. കയ്യിൽ പണം വന്നു ചേരും. അത് നല്ല കാര്യങ്ങൾക്കായി ഉപയോഗിക്കാൻ സാധിക്കുക തന്നെ ചെയ്യും. അടുത്തത് രോഹിണി നക്ഷത്രമാണ്, ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രം. രോഹിണി നക്ഷത്ര ജാതകർക്ക് കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ട മനസ്സമാധാനം തിരിച്ചു കിട്ടുന്ന സമയമാണ്. അതൊരു വലിയ കാര്യമാണ്. കുടുംബത്തിലുണ്ടായിരുന്ന കലഹങ്ങൾ മാറും. പുതിയ വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള ലോൺ എളുപ്പത്തിൽ ലഭിക്കും. രോഹിണി നക്ഷത്ര ജാതകർ മണ്ണിൽ പണം മുടക്കിയാൽ അത് ഇരട്ടിയായി തിരിച്ചു കിട്ടും. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. ഇവരൊരു മഹാദേവ ഭക്തനാണ് എങ്കിൽ ഓം നമഃശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം മകയിര നക്ഷത്രമാണ്, ചൊവ്വയുടെ നക്ഷത്രം. ഇവർക്കിനി ശത്രുഭയം വേണ്ട. നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിച്ചവർ പരാജയപ്പെടും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ ഉത്തരവ് ലഭിക്കാം. ബിസിനസ്സിൽ മുടങ്ങിക്കിടന്ന പണം തിരികെ ലഭിക്കും. മകയിര നക്ഷത്ര ജാതകർക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള യോഗം കാണുന്നുണ്ട്. ഗുരുവായൂരൊക്കെ ദർശനം നടത്തുക. ഓം നമോ നാരായണ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ മകയിര നക്ഷത്ര ജാതകർ. അടുത്ത നക്ഷത്രം പുണർതമാണ്, ശ്രീരാമൻ്റെ നക്ഷത്രമാണ്. കഷ്ടപ്പാടുകൾക്ക് ശേഷം സുഖം വരുന്ന സമയമാണ്. മക്കളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ ഉണ്ടായിരുന്ന ആശങ്കകൾ മാറും. വീട് പണി പാതി വഴിയിൽ മുടങ്ങി നിന്നവർക്ക് അത് പൂർത്തിയാക്കാൻ സാധിക്കും. പുണർത നക്ഷത്ര ജാതകർക്ക് ദൈവാനുഗ്രഹം കൂടെയുണ്ടാകും. ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് സമയം നല്ലതാണ്.
പക്ഷേ ചിലപ്പോൾ സമയം നല്ലതാണെങ്കിലും അനുഭവത്തിൽ വരണമെന്നില്ല. അതിന് കാരണം ജാതകത്തിലെ ചില ദോഷങ്ങളാകാം. ഉദാഹരണത്തിന്, നല്ല സമയമായിട്ടും വിവാഹം നടക്കുന്നില്ല, അല്ലെങ്കിൽ ഭർത്താവുമായി പിണക്കം. ഇത്തരം പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ മടിക്കണ്ട, ഇപ്പോൾ തന്നെ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യൂ. നിങ്ങളുടെ ജാതകം പരിശോധിച്ച് എന്ത് തടസ്സമുണ്ടെങ്കിലും അത് മാറ്റാനുള്ള വഴി പറഞ്ഞു തരും. അടുത്ത ഗ്രൂപ്പിലുള്ള 4 നക്ഷത്ര ജാതകർ ആയില്യവും ഉത്രവും ചോതിയും അനിഴവുമാണ്. ആയില്യ നക്ഷത്രം ബുധന്റെ നക്ഷത്രമാണ്. ബുദ്ധിശക്തി കൊണ്ട് ഇവർ അത്ഭുതങ്ങൾ കാണിക്കും. ബിസിനസ്സിൽ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കി വിജയിക്കുക തന്നെ ചെയ്യും. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവർക്ക് വലിയ ആശ്വാസം ലഭിക്കും. ആയില്യ നക്ഷത്രക്കാർക്ക് അപ്രതീക്ഷിതമായി ദൂരദിക്കിൽ നിന്നും ധനലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും ഇവർക്ക് വന്നു ചേരും. അടുത്ത നക്ഷത്രം ഉത്രമാണ്. രാജയോഗമുള്ള നക്ഷത്രമാണ് ഉത്രം. ഇവർക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാനങ്ങൾ ലഭിക്കും. രാഷ്ട്രീയത്തിലോ പൊതുപ്രവർത്തനത്തിലോ ഉള്ളവർക്കും പേരും പ്രശസ്തിയും കൂടും. ശമ്പള വർധനവ് അല്ലെങ്കിൽ പ്രമോഷൻ എന്നിവ തൊഴിൽ സ്ഥലത്ത് ലഭിക്കും. ഉത്തരം നക്ഷത്രക്കാരുടെ വാക്കിന് കുടുംബത്തിൽ വലിയ വിലയുണ്ടാകും. അടുത്ത നക്ഷത്രം ചോതിയാണ്. ചോതി നക്ഷത്ര ജാതകർക്ക് ഇനി ഓടി നടന്ന് സമ്പാദിക്കാനുള്ള സമയമാണ്. വിദേശയാത്ര ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കും. ലോട്ടറി, ചിട്ടി എന്നിവയിൽ നിന്നും ധനലാഭം പ്രതീക്ഷിക്കാം. അവിവാഹിതരായ ചോതി നക്ഷത്രക്കാർക്ക് നല്ലൊരു ആലോചന വരികയും അത് വിവാഹത്തിൽ എത്തുകയും ചെയ്യും. അടുത്ത നക്ഷത്രം അനിഴമാണ്. ശനി ഭഗവാന്റെ അനുഗ്രഹമുള്ള അനിഴ നക്ഷത്രം. ഇവർക്ക് കഷ്ടപ്പാടുകൾ മാറുകയാണ്. ദീർഘകാലമായി അലട്ടിയിരുന്ന കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും. സുഹൃത്തുക്കൾ വഴി സഹായം ലഭിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും പറ്റിയ സമയമാണിത്. തൊട്ടതെല്ലാം പൊന്നാക്കാൻ അനിഴ നക്ഷത്ര ജാതകർക്ക് സാധ്യമാകും. ബാക്കിയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. പലരും ചോദിക്കാറുണ്ട്, എൻ്റെ നക്ഷത്രം ഇതിലുണ്ട്, പക്ഷേ എനിക്ക് ഗുണമൊന്നും കിട്ടുന്നില്ലല്ലോ എന്ന്. നിങ്ങളുടെ ജനന സമയത്തുള്ള ഗ്രഹനില കൂടി നോക്കിയാലേ വ്യക്തമായ ചിത്രം കിട്ടും. അതുകൊണ്ട് നിങ്ങളുടെ കൃത്യമായ ഭാവി അറിയാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ജനന തീയതിയും സമയവും വാട്സാപ്പ് ചെയ്യുക. വളരെ കുറഞ്ഞ ഫീസിൽ ജാതകം നോക്കി നൽകുന്നതാണ്. നമുക്കറിയാം ഇനി അവസാനത്തെ 4 നക്ഷത്ര ജാതകരെ കുറിച്ച്. അടുത്തത് തൃക്കേട്ട നക്ഷത്രമാണ്. സ്വന്തം കഴിവുകൾ കൊണ്ട് ഉയരത്തിൽ എത്തുന്നവരാണിവർ. മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം ലഭിക്കും. ഷെയർ മാർക്കറ്റിൽ നിന്നും ലാഭം കൊയ്യും. തൃക്കേട്ട നക്ഷത്ര ജാതകർക്ക് വാഹനം, വീട് എന്നിവ സ്വന്തമാക്കാനുള്ള ഭാഗ്യം 2026 കടക്കുമ്പോൾ തെളിഞ്ഞു വരുന്നു. അടുത്ത നക്ഷത്രം ഉത്രാടമാണ്. ജയിക്കാൻ ജനിച്ചവരാണ് ഉത്രാട നക്ഷത്രക്കാർ. തൊഴിൽ സ്ഥലത്ത് നിങ്ങളെ കുടുക്കാൻ ശ്രമിച്ച ശത്രുക്കൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും. സാമ്പത്തികമായി വലിയ ഭദ്രത കൈവരിക്കും. കുടുംബത്തോടൊപ്പം തീർത്ഥാടന യാത്രകൾ നടത്താൻ സാധിക്കും. നിങ്ങളൊരു ശിവഭക്തനാണ് എങ്കിൽ ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ. അടുത്ത നക്ഷത്രം തിരുവോണമാണ്. മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്. ഏറ്റവും കൂടുതൽ സാമ്പത്തിക നേട്ടം ഈ കാലയളവിൽ ഉണ്ടാകുന്നത് തിരുവോണ നക്ഷത്ര ജാതകർക്കാണ്. ഒരു ലോട്ടറി അടിച്ചാലെന്ന പോലെ പണം കയ്യിൽ വന്നു ചേരും. പൂർവിക സ്വത്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്. സമൂഹത്തിൽ വലിയ മതിപ്പ് ഇവർക്ക് ലഭിക്കും. എല്ലാ രീതിയിലും സമൃദ്ധിയാണ്, സന്തോഷമാണ്. ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഓം നമഃ ശിവായ എന്നൊന്ന് കമൻറ്റ് ബോക്സിൽ കുറിച്ചേക്കണേ തിരുവോണ നക്ഷത്ര ജാതകർ. അവസാനമായി രേവതി നക്ഷത്രമാണ്. എല്ലാ കാര്യങ്ങളും ഭംഗിയായി പര്യവസാനിക്കും. വിദേശത്ത് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം PR ലഭിക്കും. പ്രണയകാര്യങ്ങളിൽ അനുകൂല തീരുമാനം വന്നു ചേരും. രേവതി നക്ഷത്ര ജാതകർക്ക് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൂടെയുണ്ടാകും. കഷ്ടകാലം പടിയിറങ്ങിപ്പോവുകയാണ്. ഞാനീ പറഞ്ഞ നക്ഷത്ര ജാതകർക്കെല്ലാം മഹാഭാഗ്യമാണ്, രാജയോഗമാണ്, ഗജകേസരി യോഗം കൂടിയാണ്. എന്നാൽ ഇത് നിലനിർത്താൻ അവർ എന്ത് ചെയ്യണം? ഈ 12 നക്ഷത്രക്കാർക്കും ഭാഗ്യം വരുന്നുണ്ടെങ്കിലും അഹങ്കാരം പാടില്ല. കിട്ടുന്ന ഭാഗ്യം നിലനിർത്താൻ ചില കാര്യങ്ങൾ ചിന്തിക്കുക. ഒന്നാമത്, ദാനം ചെയ്യുക. കിട്ടുന്ന വരുമാനത്തിൻ്റെ ചെറിയൊരു ഭാഗം പാവപ്പെട്ടവർക്ക് നൽകുക. ദിവസവും രാവിലെയും വൈകിട്ടും വീട്ടിൽ വിളക്ക് കൊളുത്തുക. ഇത്രയും ചെയ്താൽ തന്നെ ഈ രാജയോഗം നിങ്ങൾക്ക് പൂർണ്ണമായി അനുഭവിക്കാൻ സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രക്കാരുണ്ടോ?
ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് എന്നൊന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതം മാറിമറിയുന്ന വർഷമാകട്ടെ ഈ 2026 എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ മറക്കണ്ട, നിങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങൾ, അത് പ്രേമമാണെങ്കിലും വിവാഹമാണെങ്കിലും ജോലിയാണെങ്കിലും ജ്യോതിഷപരമായ പരിഹാരത്തിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. നമ്പർ സേവ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നന്ദി, നമസ്കാരം.